ഗുഡ് മോർണിംഗ്. നമ്മൾ ഡൈനാമിക്സിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. അതിലെ പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിൽ കുറച്ചുകൂടി പ്രോബ്ലംസ് നോക്കണം. ഓക്കെ, അപ്പോൾ ഒരു 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. A vehicle accelerates uniformly from a velocity of 8 kilometers per hour to 24 kilometers per hour in 4 seconds. Determine the acceleration. എന്താണ്? ഒരു വാഹനം അതിന്റെ വേഗത 8 കിലോമീറ്റർ പെർ അവറിൽ നിന്ന് 24 കിലോമീറ്റർ പെർ അവറിലേക്ക് കൂടി 4 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ അതിന്റെ ആക്സിലറേഷൻ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, സോ നമുക്ക് ഈ സയൻസിലെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്ന കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്തെഴുതാം. എന്നിട്ട് എന്ത് കാണണം എന്ന് എഴുതാം. ഓക്കെ, ഇവയെ തമ്മിൽ പിന്നെ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ഏതാണ് എന്നുള്ളത് ഈ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കാരണം ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഇക്വേഷൻസ് ഉണ്ടാവും. അതിൽ ഏത് ഉപയോഗിക്കണം എന്നുള്ളത് തന്ന ഡാറ്റ അനുസരിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ആക്സിലറേഷൻ തന്നെ നമുക്ക് ഇപ്പൊ v is equal to u plus at ഇക്വേഷൻ അതിൽ a ഉണ്ട്. അതേപോലെ s is equal to ut plus half at square എന്ന് പറയുന്നത് അവിടെ ഈ ആക്സിലറേഷൻ വരുന്നുണ്ട്. then v square is equal to u square minus 2as അവിടെ a വരുന്നുണ്ട്. അപ്പൊ ഏത് ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തന്ന കണ്ടീഷൻസിനെ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 8 കിലോമീറ്റർ, ഫൈനൽ വെലോസിറ്റി 24 കിലോമീറ്റർ, ടൈം 4 സെക്കൻഡ്സ്, എന്നിട്ട് ആക്സിലറേഷൻ കാണണം. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ടൈം ആൻഡ് ആക്സിലറേഷൻ ഇതിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് നോക്കേണ്ടത്. v is equal to u plus at. അപ്പൊ നമ്മള് സാധാരണ എന്താ കണക്കുകളിൽ ഈ കിലോമീറ്റർ പെർ അവർ എന്നതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയിട്ടാണ് പ്രോബ്ലംസ് ചെയ്യാറ്. കാരണം ആക്സിലറേഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ കിലോമീറ്റേഴ്സിൽ കിട്ടുമ്പോൾ വളരെ ചെറിയൊരു സംഖ്യ, ആ രീതിയിൽ നമ്മൾ കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിലേക്ക് അതൊരു സ്യൂട്ടബിൾ അല്ലാത്ത യൂണിറ്റ് ആണ്. അപ്പൊ നമ്മൾ അത് മീറ്റർ പെർ സെക്കൻഡ്, സെക്കൻഡ് സ്ക്വയർ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ യൂഷ്വലി നമ്മൾക്ക് ഈ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കൺവേർഷൻ എങ്ങനെ ചെയ്യും? ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അതായതിപ്പോ പിന്നെ 16 ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ v is equal to u plus at. അപ്പോൾ അത് നമ്മൾ ഇക്വേഷൻ കൊടുത്ത ഫൈനൽ വെലോസിറ്റി 24 കിലോമീറ്റർ പെർ അവർ is equal to 8 plus a into t 4 seconds. എന്നിട്ട് നമ്മൾ ഈ 16 ഇക്വേഷനെ പുറത്തേക്ക് കൊണ്ടുവന്നു. സോ നമുക്ക് 24 മൈനസ് 8 അപ്പോൾ 16 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. അതിന് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാവും? 4a is equal to 16 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. അപ്പോൾ 4a സെക്കൻഡ്സിലാണ്, ഇവിടെ കിലോമീറ്റർ പെർ അവറിലാണ്. ഇപ്പൊ 2 യൂണിറ്റ് ആണ്. അത് നമ്മൾ ഒരേപോലെ ആക്കണം. ഈ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ നമ്മൾ എന്താ വെച്ചാൽ 1000 കൊണ്ട് ഗുണിക്കണം കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ. അവറിനെ സെക്കൻഡിലോട്ട് മാറ്റാൻ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ് ആണ്. അപ്പൊ 3600 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇവിടെ പെർ അവർ എന്നായതുകൊണ്ട് അത് ഹരണമായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ 1000 കൊണ്ട് ഗുണിച്ചിട്ട് 3600 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിലോമീറ്റർ പെർ അവറിനെ നിങ്ങൾക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. അപ്പൊ ഈ 1000/3600 എന്നുള്ള സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 5/18 എന്ന് കിട്ടും, 5/18 എന്ന് കിട്ടും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു കാര്യമാണ് പറയുന്നത്. കിലോമീറ്റർ പെർ അവറിനെ
മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ നമ്മൾക്ക് 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അങ്ങനെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം. ഇപ്പൊ 16 km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ 16 × 5/18 ചെയ്താൽ മതി ആണ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം. ഇവിടെ അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. 16നെ 1000 കൊണ്ട് ഗുണിച്ചു, 1 അവർ എന്നുള്ളതിന് 3600 സെക്കൻഡ് ആയി. അങ്ങനെ ഇക്വേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4a = 4.44 എന്ന് കിട്ടും. അപ്പൊ ആക്സലറേഷൻ = 4.44 / 4 1.1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ കാർ മൂവിംഗ് വിത്ത് വെലോസിറ്റി ഓഫ് 50 km/h is brought to rest in 45 seconds. Find the retardation. ഇവിടെ ആക്സലറേഷൻ ആയിരുന്നു, വേഗത കൂടുന്നത് കൊണ്ട് ഇവിടെ റിട്ടാർഡേഷൻ ആണ്, സ്റ്റോപ്പ് ആവുന്നത് കൊണ്ട്. അപ്പൊ നമുക്ക് എന്താവും? ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 50 km/h, ഫൈനൽ വെലോസിറ്റി 0 ആണ്, കാരണം വാഹനം നിൽക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞ കൺവേർഷൻ കണ്ടോ? 50നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് 13.88 മീറ്റർ പെർ സെക്കൻഡ് എന്ന്. എന്നിട്ട് നമുക്ക് v = u + at എന്നതിലോ അങ്ങനെ ആ ഇക്വേഷൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് v = u + at കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില കാണാൻ പറ്റും. 0.3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. എവിടെ അത് ചെയ്തിട്ടുണ്ട്, വേറെ രീതിയിലാണ് ചെയ്തത്. രണ്ടായാലും ഒരേ ഉത്തരം തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു ഹെഡിങ് മോഷൻ അണ്ടർ ഗ്രാവിറ്റി. അപ്പൊ നിങ്ങൾക്കറിയാം ഭൂമിക്ക് ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്, അതെല്ലാ വസ്തുക്കളെയും ഭൂമിയുടെ സെന്ററിലേക്ക് ആകർഷിക്കും. ഇതിനാണ് നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്, ഭൂമിയുടെ ആകർഷണം. നോക്കുക, the earth attract all the bodies near the surface of earth towards its center. It is called gravitation, and the uniform acceleration with which the body falls towards its center of earth is called acceleration due to gravity. A body falling from a height from rest as its velocity goes on increasing, and it will be maximum when it hit the ground. Therefore, a body falling freely under gravity has uniform acceleration. When the motion is upward, the body is subjected to a gravitational retardation. The acceleration due to gravity is noted by the letter g, and its value is 9.81 meter per second square. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അതായത് ഭൂമിയുടെ ആകർഷണം, ഭൂമി എല്ലാ വസ്തുക്കളെയും ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കും. അപ്പോൾ ഒരു വസ്തു വീഴുമ്പോൾ അത് വിത്ത് ആക്സിലറേഷൻ ആണ് ഭൂമിയിലേക്ക് പതിക്കുക. ഈ ആക്സിലറേഷൻ ആണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുക. ഇതിനെ നമ്മൾ ജി എന്നുള്ള ലെറ്റർ കൊണ്ട്, സ്മോൾ ലെറ്റർ ജി കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇതിന്റെ വില 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ ഈ അന്തരീക്ഷത്തിലേക്ക് പോകുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് എറിയുന്ന വസ്തുക്കളെ പ്രൊജക്ടൈൽസ് എന്ന് പറയവയെ നമ്മൾ കല്ല് മുകളിലേക്ക് എറിയുക. അങ്ങനെ സ്വന്തമായിട്ട് പവർ ഉത്പാദിപ്പിക്കാൻ പറ്റില്ല, ആ ഇനീഷ്യൽ വെലോസിറ്റി കൊണ്ട് മാത്രം മൂവ് ചെയ്യുന്നവ. വിമാനങ്ങളെയും ഒന്നും നമുക്ക് അതിൽപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ മുകളിലേക്ക് എറിയുന്ന കല്ലുകൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നുണ്ടെങ്കിൽ അവയ്ക്ക് സ്വന്തമായി ബലം പ്രയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവയെ നമ്മൾ പ്രൊജക്ടൈൽസ് എന്ന് പറയും. ഈ പ്രൊജക്ടൈൽസിനും നമ്മൾക്ക് ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ചെറിയൊരു മോഡിഫിക്കേഷൻസ് നമുക്കത് വരുത്താം. അത് വരുത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് ഇക്വേഷൻസിൽ കൊടുക്കാം. ഇപ്പം മുകളിലോട്ട് പോവുകയാകുമ്പോൾ ആക്സലറേഷൻ കുറഞ്ഞു വരും. അപ്പൊ എക്ക് പകരം നമ്മൾ ജി എന്ന് കൊടുക്കും, കാരണം എ ആണ് ജി. മുകളിലേക്ക് പോകുമ്പോൾ അത് മൈനസ് ആയിരിക്കും. അപ്പൊ v = u + at എന്നുള്ളത് v = u - gt എന്നാവും, ഇതിന്റെ വില മൈനസ് ആയതുകൊണ്ട്. അതേമാതിരി s = ut - ½ gt² ആവും, ജിയുടെ വില മൈനസ് ആയതുകൊണ്ട്. അതേപോലെ v² - u² - v² 2gs എന്നായി മാറും ഇക്വേഷൻ. ദെൻ ഡൗൺവേർഡ് ആവുമ്പോൾ മാറ്റമൊന്നുമില്ല, അത് പ്ലസ് തന്നെയായിരിക്കും. v = u + gt, s = ut + ½ gt², v² - u² = 2gs ഇങ്ങനെയായിട്ട് മാറും ഇക്വേഷൻസ്. അങ്ങനെ ഇല്ലെങ്കിലും നമുക്ക് സാധാരണ ഈ ലോസ് ഓഫ് മോഷനിൽ തന്നെ നമ്മൾ കൊടുത്ത് കണക്കുകൾ ചെയ്യാം. ആ വാല്യൂസ് അപ്പൊ മുകളിൽ താഴേക്ക് വീഴുമ്പോൾ എപ്പോഴും യൂഷ്വലി നമ്മൾ u 0 ആയിട്ടാണ് എടുക്കുക. അതേമാതിരി മുകളിലോട്ട് പോകുമ്പോൾ v 0 ആയിട്ടാണ്. അതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഒന്ന് വായിച്ച്